എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ കടമ്പാട്ടുകോണം മുതൽ മൈലക്കാട് വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. മൈലക്കാട് മുതൽ അയത്തിൽ വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കൊല്ലം ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണത്ത് നിന്നാണ്. കടമ്പാട്ടുകോണം മുതൽ ഇത്തിക്കര പാലത്തിന് മുന്നേയുള്ള ഭാഗം വരെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ സൈൻ ബോർഡുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗാൻട്രി സൈൻ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. സൈൻ ബോർഡിൽ പള്ളിക്കൽ പരവൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ അടുത്തതായിട്ട് വരുന്ന എക്സിറ്റ് എടുക്കണം എന്നാണ് സൂചനാ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ പാരിപ്പള്ളി കൂടി മെൻഷൻ ചെയ്തിരുന്നു എങ്കിൽ പലർക്കും വഴി തെറ്റുന്നത് ഒഴിവാക്കാമായിരുന്നു. ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് മിസ്സായി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ടോൾ ഗേറ്റിൻ്റെ അടുത്തേക്കാണ്. ടോൾ ഗേറ്റിന് മുന്നേ യൂ ടേണുകളൊന്നുമില്ല. തിരിച്ച് പാരിപ്പള്ളിയിലേക്ക് വരണമെങ്കിൽ ടോൾ ഗേറ്റ് കടന്ന് കല്ലുവാതുക്കൽ ഭാഗത്തെത്തി അവിടുത്തെ അടിപ്പാതയിലൂടെ യൂ ടേൺ എടുത്ത് മാത്രമേ തിരിച്ച് വരാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ തന്നെ പലർക്കും ഈ ഒരു സൈൻ ബോർഡ് ഇല്ലാത്തതിനാൽ കല്ലുവാതുക്കൽ പോയി തിരിച്ചു വരേണ്ട അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടതേക്ക് തിരിഞ്ഞാണ് വർക്കല ഭാഗത്തേക്കൊക്കെ പോകുന്നത്. 200 മീറ്ററോളം മാറിയാണ് മുക്കടയിലെ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. വർക്കലയ്ക്ക് തിരിയുന്ന ഭാഗം മുതൽ മുക്കട അടിപ്പാത വരെയുള്ള ഭാഗത്ത് 2 സൈഡിലും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇപ്പോൾ അടിപ്പാതകളും ഫ്ലൈ ഓവറുകളും വരുന്ന ഭാഗത്തൊക്കെ സ്പീഡ് ബ്രേക്കറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകൾ തിരിച്ചു വരുന്ന വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുക്കട മുതൽ പാരിപ്പള്ളി വരെയുള്ള ഫ്ലൈ ഓവറിൻ്റെ പല ഭാഗങ്ങളിലും ആറിവാൾ പാനലുകൾ പുറത്തേക്ക് തള്ളി വന്നിരുന്നു. കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായി സോയിൽ നെയിലിംഗ് പോലെയുള്ള മറ്റൊരു പരിപാടിയാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. തള്ളി നിൽക്കുന്ന ആറിവാൾ പാനലിൻ്റെ 4 സൈഡിലും ഹോളുകൾ ഇട്ട് അതിനകത്തേക്ക് കമ്പി അടിച്ച് കയറ്റി മണ്ണിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. മുക്കട മുതൽ പാരിപ്പള്ളി വരെ നോക്കുകയാണെങ്കിൽ 7-8 സ്ഥലങ്ങളിൽ ഇതുപോലെ കമ്പി അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. പാരിപ്പള്ളി ജംഗ്ഷനിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിന് അകത്ത് വരുന്ന ഡിവൈഡറിൻ്റെയും മറ്റ് വർക്കുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പാരിപ്പള്ളിയിൽ നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുന്നതിനായി KSRTC ബസ്സുകൾക്കുള്ള സ്റ്റോപ്പ് ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള ഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. KSRTC ബസ്സുകൾ പലപ്പോഴും ഈ ഭാഗത്ത് കൊണ്ട് നിർത്തുന്നതിനാൽ ഇവിടെ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട്. ഡ്രെയിനേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണം ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീതിയുള്ള ഭാഗങ്ങളിൽ ഏകദേശം 1 മീറ്ററോളം വീതിയിലാണ് നടപ്പാത നിർമ്മിക്കുന്നത്. കൂടാതെ ഇരുമ്പിൻ്റെ ബാരിയറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പാരിപ്പള്ളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ നേരെ എൻട്രി പോയിൻറ്റിലൂടെ ടോൾ ഗേറ്റിനടുത്തേക്കാണ് എത്തുന്നത്. കല്ലുവാതുക്കൽ ടോൾ പ്ലാസയുടെ നിർമ്മാണം ഏറെക്കുറെ കംപ്ലീറ്റായി കിടക്കുകയാണ്. ടോൾ പ്ലാസയിലേക്ക് നോക്കുകയാണെങ്കിൽ
6ഓളം ഓപ്പണിങ്ങുകളാണുള്ളത്. അതിൽ 5 എണ്ണത്തിലാണ് ഫാസ്ടാഗിൻ്റെ സർവീസ് ഉള്ളത്. ഫാസ്ടാഗിന് വേണ്ടിയുള്ള മെഷീനറീസൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ബാരിയർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരു ഓപ്പണിങ്ങിൽ കൂടി മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ വിടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്ലാസ. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാസയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നും ഇടതേക്ക് തിരിഞ്ഞ് സർവീസ് റോഡിലേക്ക് കയറി കല്ലുവാതിക്കൽ ഭാഗത്തേക്ക് പോകാവുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാരിപ്പള്ളിയിലെ എക്സിറ്റ് എടുക്കാൻ വിട്ടുപോയെങ്കിൽ നേരെ ടോൾ പ്ലാസയിൽ വന്ന് ടോൾ പേ ചെയ്ത് കല്ലുവാതിക്കൽ വന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ച് മാത്രമേ പാരിപ്പള്ളി ഭാഗത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അത് പ്രധാനമായും ശ്രദ്ധിക്കുക. ഇത് കല്ലുവാതിക്കൽ അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. ഇവിടെയൊക്കെ വർക്ക് നേരത്തെ തന്നെ കഴിഞ്ഞു കിടക്കുകയാണ്. മധ്യഭാഗത്തെ ക്രാഷ് ബാരിയറുകളിൽ നോക്കുകയാണെങ്കിൽ ക്യാമറകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാറയിൽ ജംഗ്ഷനിൽ വരുന്ന ഒരു എൻട്രി പോയിൻ്റാണ്. എല്ലാ എൻട്രി പോയിൻറ്റിൻ്റെയും എക്സിറ്റ് പോയിൻറ്റിൻ്റെയും ഭാഗത്ത് ക്യാമറകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഓരോ 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ ഭാഗത്തൊക്കെ ഹൈ സ്പീഡ് ഡോം ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞു. സീറ്റ് ബെൽറ്റ് വാർണിംഗ് സൈൻ ബോർഡുകളും സ്പീഡ് സ്റ്റാറ്റസ് സൈൻ ബോർഡുകളുമൊക്കെ സ്ഥാപിച്ച് ഇപ്പോൾ ടെസ്റ്റ് റണ്ണിങ്ങിലാണ്. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഏറെക്കുറെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പലതും ഇപ്പോൾ ടെസ്റ്റ് റണ്ണിങ് നടക്കുകയാണ്. ഇത് കാരങ്കോട് ഭാഗമാണ്. ഇവിടെയാണ് ഒരു എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. ശീമാട്ടി ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എക്സിറ്റാണിത്. ഇത് ശീമാട്ടിയിലെ അടിപ്പാതയാണ്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഒരു എൻട്രി പോയിൻറ്റും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വിട്ടുവിട്ട് മഴ പെയ്യുകയാണ്. ഇത് ഊറാംവിള KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി സ്ഥാപിച്ച അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. ചാത്തന്നൂർ പോകുന്നതിന് വേണ്ടിയുള്ള എക്സിറ്റ് പോയിൻ്റാണ് കാണുന്നത്. ഈ ഒരു ഭാഗത്ത് എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് ടെമ്പററി ആയി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് ചാത്തന്നൂർ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗമാണ്. ചാത്തന്നൂർ ഫ്ലൈ ഓവർ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. ഇത് തിരുമുക്ക് അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. ഇവിടെ 2 അടിപ്പാതകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ
സർവീസ് റോഡിലൂടെയുള്ള കാഴ്ചകളും കാണിക്കാം. തിരുമുക്ക് അടിപ്പാത കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് അടുത്ത എൻട്രി പോയിൻ്റ് വരുന്നത്. ഇത്തിക്കര നിർമ്മിക്കുന്ന പുതിയ 2 പാലങ്ങളുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പാലങ്ങൾക്ക് സമാന്തരമായി സർവീസ് റോഡുകളില്ല. അതുകൊണ്ടാണ് പാലം എത്തുന്നതിന് മുന്നേ ഒരു എൻട്രി പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. പഴയ പാലം നിലനിർത്തുമെന്നാണ് കരുതുന്നത്. കടമ്പാട്ടുകോണത്തിനും മേവറത്തിനും ഇടയ്ക്കായി 3 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ മെയിനായി വർക്ക് നടക്കുന്നത്. അതിൽ ഒരു സ്ഥലം ഇത്തിക്കരയാണ്, പിന്നെ മൈലക്കാടും മേവറവും. ഇത്തിക്കര പാലത്തിന് മുന്നേയുള്ള ഭാഗത്തായിരുന്നു ശിവാലയ കമ്പനിയുടെ പ്ലാന്റ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും മിഷനറീസൊക്കെ ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് അല്പം താഴ്ന്ന പ്രദേശമാണ്. റോഡിൻ്റെ ഇടത് സൈഡിൽ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇപ്പോൾ മെയിൻ റോഡ് വരുന്ന ഭാഗങ്ങളിൽ മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്. കുറച്ച് മന്ദഗതിയിലാണ് ഈ ഒരു ഭാഗത്തെ വർക്ക് നടക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ടും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന ലൊക്കേഷനാണ് ഇത്തിക്കര പാലം. പഴയ പാലത്തിന് സമാന്തരമായി പുതിയ 2 പാലങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. 6 വരികളാണുള്ളത്. പാലത്തിൻ്റെ 2 സൈഡിലും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഫുട്പാത്തും ക്രമീകരിച്ചിട്ടുണ്ട്. പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മെയിൻ റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭൂഗർഭ അടിപ്പാതയായിട്ടാണ് ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. വളരെ ചെറിയ ഒരു അടിപ്പാതയാണ്. പ്രധാനമായും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ വാഹനങ്ങൾക്ക് വേണമെങ്കിലും കടന്നു പോകാം. അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി മുകൾ ഭാഗത്ത് മണ്ണിട്ട് നിരത്തി ഇപ്പോൾ താൽക്കാലികമായി ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കി അതിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നേരെ മൈലക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഏകദേശം 120ഓളം മീറ്ററാണ് പുതിയ വയാഡക്റ്റിൻ്റെ നീളം വരുന്നത്. നേരത്തെ നിർമ്മിച്ച ഫ്ലൈ ഓവറിനോട് ചേർന്ന് തന്നെയാണ് നിർമ്മിക്കുന്നത്. 32ഓളം ഗർഡറുകളാണ് ഈ ഭാഗത്ത് ആവശ്യം വരുന്നത്. ഗർഡറുകളുടെ കാസ്റ്റിംഗ് വർക്കുകളും പുരോഗമിക്കുകയാണ്. അതും അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. 2-3 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കരുതാം. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പിയറുകളുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. പിയർ ക്യാപ്പിൻ്റെ വർക്കുകളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ മറു സൈഡിലെ കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ അപകടം നടന്നത് ഈ ഒരു ഭാഗത്താണ്. ഇപ്പോൾ അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് സർവീസ് റോഡും പൂർത്തിയാക്കിയിരിക്കുന്നതായി കാണാം. തിരിച്ചു പോകുമ്പോൾ ചില സർവീസ് റോഡുകൾ കാണിക്കാത്ത ഭാഗവും മെയിൻ റോഡിൻ്റെ മറ്റ് ഭാഗങ്ങളും കാണിക്കാം. ഇവിടെയാണ് ഗർഡറുകളെല്ലാം കാസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്.
ഇത്തിക്കര പാലം കഴിഞ്ഞ് വരുമ്പോഴുള്ള ആദ്യത്തെ എക്സിറ്റ് പോയിൻ്റാണ് ഈ കാണുന്നത്. നേരെ തിരുമുക്കിലേക്കാണ് പോകുന്നത്. തിരുമുക്കിൽ 2 അടിപ്പാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ നിന്നും അടിപ്പാതയിലൂടെ പരവൂർ ഭാഗത്തേക്കൊക്കെ പോകാവുന്നതാണ്. ഈ കാണുന്നതാണ് തിരുമുക്ക് ഭാഗത്ത് നിർമ്മിച്ച അടിപ്പാതകൾ. ഇത് ഓൺ വേ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ചാത്തന്നൂർ ഭാഗത്തേക്കുള്ള എക്സിറ്റ് പോയിൻ്റ് ആണ്. ഇത് ചാത്തന്നൂർ ജംഗ്ഷനാണ്. ഇവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ചാത്തന്നൂരിലും പല ഭാഗങ്ങളിലും ആറിവാളൊക്കെ പുറത്തേക്ക് തള്ളിയിരുന്നു. പാരിപ്പള്ളിയിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും സമാനമായ രീതിയിൽ റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചാത്തന്നൂർ കഴിഞ്ഞ് വരുമ്പോഴുള്ള എൻട്രി പോയിൻ്റ് ആണ്. ഇത് ചാത്തന്നൂർ ഊറാംവിള KSRTC ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. ഇപ്പോൾ കാണുന്നത് ശീമാട്ടിക്ക് തൊട്ട് മുന്നേ നിർമ്മിച്ചിരിക്കുന്ന എക്സിറ്റ് പോയിൻ്റ് ആണ്. ഇത് ശീമാട്ടി അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. ശീമാട്ടി കഴിഞ്ഞാൽ പിന്നെ കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. ഇത് കല്ലുവാതുക്കൽ പാറയിൽ ജംഗ്ഷനിലാണ്. ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് വരുന്നുണ്ട് കല്ലുവാതുക്കൽ ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി. ഇത് കല്ലുവാതുക്കൽ അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്.
കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡ് വഴി വരുന്ന വാഹനങ്ങൾ ഈ ഒരു എൻട്രി വഴി നേരെ ടോൾ പ്ലാസയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെയും ടോൾ പ്ലാസയുടെ നിർമ്മാണം പൂർത്തിയായി കിടക്കുകയാണ്. മൈലക്കാട് മേവറം ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് ടോൾ ഗേറ്റൊക്കെ പ്രവർത്തനം ആരംഭിക്കാം. ഇത് നേരത്തെ കണ്ട ടോൾ ഗേറ്റിൻ്റെ മറു സൈഡാണ്. പാരിപ്പള്ളിയിലേക്കുള്ള എക്സിറ്റ് ഭാഗത്ത് സൈൻ ബോർഡിൽ ഇവിടെയും പാരിപ്പള്ളി എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പാരിപ്പള്ളിയിലേക്ക് പോകുന്നതിന് വേണ്ടി നേരെ സർവീസ് റോഡിലേക്കും പ്രവേശിക്കാം. കൂടാതെ സെപ്പറേറ്റ് എക്സിറ്റ് പോയിൻ്റ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുവഴിയും പ്രവേശിക്കാം. ഇത് പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗമാണ്. ഇത് മുക്കട അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. മുക്കട അടിപ്പാത കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഒരു എൻട്രി പോയിൻ്റ് വരുന്നത്. പാരിപ്പള്ളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള എൻട്രി പോയിൻ്റാണ്. കടമ്പാട്ടുകോണം ജംഗ്ഷൻ വരെയുള്ള വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. കടമ്പാട്ടുകോണം വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റ് ഭാഗത്തെ അപ്ഡേറ്റുകളുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.